അള്ളാഹുവിൻ്റെ നിർദ്ദേശം ലംഘിച്ചതിന് ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടു. തെറ്റെറിഞ്ഞ ഉടൻ ആദം നബി അലൈഹിസ്സലാം തൗബ ചെയ്ത് മടങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചു: റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതായത്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അന്യായം ചെയ്തു. നീ ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം ഞങ്ങൾ നഷ്ടത്തിലായിരിക്കും. അതുപോലെ സൂറത്തുൽ ബഖറയിൽ 37-ാമത്തെ ആയത്തിൽ കാണാം: പിന്നീട് ആദം തൻ്റെ രക്ഷിതാവിൽ നിന്ന് ചില വാക്കുകൾ സ്വീകരിച്ചു. അപ്പോൾ അവൻ അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിച്ചു. തീർച്ചയായും അവൻ തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്. ശരിക്കും ഈ ഒരു ആയത്ത് ഒരു വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ്. മനുഷ്യൻ തെറ്റില്ലാത്തവനല്ല. ആദം അലൈഹിസ്സലാം പോലും തെറ്റു ചെയ്തു. പക്ഷേ അദ്ദേഹം അതിനുശേഷം തൗബ ചെയ്ത് മടങ്ങി. അള്ളാഹു നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. തൗബയുടെ വാക്കുകളും അവൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള ദുആകളെക്കുറിച്ചും റമളാനിൽ വർദ്ധിപ്പിക്കേണ്ടതായ ദിക്റുകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ദുആകളുടെ അർത്ഥങ്ങളാണെങ്കിലും ഖുർആൻ കൃത്യമായി തജ്വീദ് നിയമങ്ങളനുസരിച്ച് ഓതാനാണെങ്കിലും മറ്റു ഇസ്ലാമിക അറിവുകളും ദുആകളും അതിലുണ്ടാകും. സോ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ടാകും. സോ പഠിച്ച ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമുള്ളവർ മാത്രം ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ.